ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഉച്ചത്തെ ലഞ്ചിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ അതേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി കടുക് വറുത്ത് ഇതിലേക്കൊന്ന് ചേർത്താൽ മാത്രം മതി കേട്ടോ. ഇന്ന് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം വൈകുന്നേരം നെയ് റോസ്റ്റ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എങ്ങനെ പോയാലും മാവ് ഒരു 2-3 ദിവസത്തേക്കൊക്കെ കാണും കേട്ടോ. എപ്പോഴും ഇഡ്ഡലിക്കും ദോശയ്ക്കാണെങ്കിലും ഞാൻ അരി ഉഴുന്നുമൊക്കെ ഇടുമ്പോൾ കുറച്ച് കൂടുതലിടും. വേറെ ഒന്നും കൊണ്ടല്ല, വൈകുന്നേരം ചിലപ്പം പുറത്തുനിന്ന് സ്നാക്സ് ഒന്നും തന്നെ മേടിച്ചില്ലെങ്കിൽ നെയ് റോസ്റ്റ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്തെങ്കിലും വൈകുന്നേരം ഇല്ലെങ്കിൽ ഒരു സുഖമില്ല അല്ലേ. മിക്ക ദിവസങ്ങളിലും ഡിന്നറിന് ദോശയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എനിക്കിഷ്ടം കേട്ടോ. വൈകുന്നേരം ചോറ് കഴിക്കാൻ കുറച്ച് മടിയാണ്. ഇനിയിപ്പം ചോറ് ഒരുപാട് അധികമൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ചോറ് തന്നെ കഴിക്കും കേട്ടോ. അപ്പോൾ അതേ എപ്പോഴും ഇതുപോലെ ഞാൻ ഉപ്പൊക്കെ നോക്കാൻ നേരം കൈ പൊള്ളും കേട്ടോ. ജസ്റ്റ് ആ ഒരു നേരത്തെ ഒരു പൊള്ളലേ കാണുകയുള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പറഞ്ഞു വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും ഉള്ളൊരു സ്വഭാവമാണ് കേട്ടോ ഈ കൈ കഴുകുക എന്നുള്ളത്. അന്നേരം പണ്ടൊക്കെ ആണെങ്കിൽ ഞാൻ ടവൽ കിച്ചണിൽ തന്നെ വെച്ച് കഴിഞ്ഞാലും ആ ടവൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലും തുടച്ച് കളയും കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാൻ വെച്ച ടവൽ അവിടെ തന്നെ കാണണം, എൻ്റെ ഒരു രീതിയാണ് കേട്ടോ. ആ ടവൽ ഞാനേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. എന്നിരുന്നാലും മമ്മിക്കും തുടയ്ക്കാനൊക്കെ കൊടുക്കും കേട്ടോ. ഞാനേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ പപ്പയ്ക്കാണെങ്കിൽ കുറച്ച് നീറ്റ്നെസ് കൂടുതലാണ് കേട്ടോ. അങ്ങനെ പപ്പ അതെടുത്തുകൊണ്ട് പോയി എവിടെയെങ്കിലുമൊക്കെ പൊടി കണ്ടു കഴിഞ്ഞാൽ അപ്പോഴങ്ങ് തുടച്ചേക്കും. അപ്പം അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം എൻ്റെ കൺവെട്ടത്ത് തന്നെ വെക്കും കേട്ടോ ഈ ടവലൊക്കെ. അപ്പോൾ പണ്ടത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ കൈ കഴുകിയിട്ട് ഡ്രസ്സിലേക്ക് തുടയ്ക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ 2 സൈഡിലും അത്യാവശ്യം നല്ലതുപോലെ കരിമ്പിനടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ രീതി മാറിയിട്ടുണ്ട്. ടവലിൽ തന്നെ തുടയ്ക്കുള്ളൂ കേട്ടോ, ഡ്രസ്സിൽ തുടയ്ക്കാറേ ഇല്ല. എന്നെപ്പോലെ എന്താണെങ്കിലും ഡ്രസ്സിൽ തുടയ്ക്കുന്നവർ കാണുമല്ലേ. എന്താണോ ആ രീതി ഏതായാലും എൻ്റെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇഡ്ഡലി സാമ്പാറും സൂപ്പറായിരുന്നു കേട്ടോ. എല്ലാ ദിവസത്തെ ഇഡ്ഡലി സാമ്പാറും അടിപൊളിയാണ്. എനിക്ക് ഇഡ്ഡലിയൊക്കെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കണം കേട്ടോ. അതൊക്കെ നിർബന്ധമാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഉഴുന്ന കുറച്ചുകൂടെ നല്ലതാണ്. വല്ലപ്പോഴും മാത്രമേ സപ്ലൈകോയിലൊക്കെ കിട്ടുന്ന ഉഴുന്നിട്ട് കഴിഞ്ഞാൽ പൊങ്ങുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അത് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ. അപ്പം എന്താണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇഡ്ഡലി ഇങ്ങനെ കുഴച്ച് കഴിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും ഇഡ്ഡലി ഇങ്ങനെ ഒരു പീസ് മുറിച്ചെടുത്തിട്ട് ഞാൻ മുക്കി കഴിക്കുന്ന ആളായിരുന്നു. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, വീഡിയോ എടുത്തതിൻ്റെയും ആ ഒരു എല്ലാത്തിൻ്റെയും ഒരു ഇതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണെന്ന് തോന്നുന്നു. അപ്പോൾ രാവിലെ തന്നെ മാക്സിമം എന്നല്ല, പണ്ട് തൊട്ടേ രാവിലെ തന്നെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം ഒരുമിച്ച് പ്ലാൻ ചെയ്ത് റെഡിയാക്കുമായിരുന്നു കേട്ടോ. ഈ ഉച്ച വരെ കിടന്ന കിച്ചണിലെ ജോലി അങ്ങനെ ഒരു പരിപാടിയില്ല കേട്ടോ. രാവിലെ തന്നെ എല്ലാ ജോലികളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ വേറെ പരിപാടിയിലേക്ക് പോകും. അങ്ങനെയാണ് പണ്ട് തൊട്ടേ ഉള്ള രീതി കേട്ടോ. അന്നേരം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഉച്ചയൊക്കെ ആയ സമയത്ത് നമ്മൾ ലഞ്ചിന് വേണ്ടി കിടന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു തലവേദനയായിരിക്കും. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ എനർജി പകുതി പോയിട്ടുണ്ടാവും കിച്ചണിൽ ജോലി ചെയ്യാൻ. രാവിലെ നമുക്ക് അത്യാവശ്യം എനർജി കാണും. അപ്പം ലഞ്ച് പ്ലസ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം തന്നെ റെഡിയാക്കും കേട്ടോ. അത് നിർബന്ധമാണ് എനിക്ക്. ആ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇപ്പോഴും. അപ്പം മമ്മി അവിടെ മീൻ ഉരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീൻ ഇതുപോലെ കല്ലിലിട്ട് ഉരയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉളുമ്പൊക്കെ പോയി നമ്മളുടെ മീൻ കറി ആണെങ്കിലും മീൻ വറുത്തതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഇഞ്ചി പറിച്ച് അത് നടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിന് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ ഇങ്ങനെ പറമ്പിലുള്ളത് നല്ല ആശ്വാസമാണല്ലേ. കാരണം നമ്മൾക്ക് കടയിൽ നിന്ന് മേടിക്കുന്ന ഈ ഒരു ടൈപ്പ് ഇഞ്ചിയുണ്ട്, ഭയങ്കര പൊന്തനായിട്ടിരിക്കുന്ന ഒരു ഇഞ്ചിയുണ്ട് കേട്ടോ, മുഴുത്ത ഇഞ്ചി. ഒരിടയ്ക്ക് ഞാനും അത് തന്നെയായിരുന്നു കേട്ടോ മേടിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര സൈസ് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളത് ചായക്കകത്തിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ ചായക്ക് പോലും ഒരു ഫ്ലേവറില്ല. ഈ നാടൻ ഇഞ്ചിയാണെങ്കിൽ ചായക്കകത്തിലിട്ട് കഴിഞ്ഞാൽ ആഹാ എന്തൊരു ടേസ്റ്റാണല്ലേ. എനിക്കിഷ്ടമാണ് കേട്ടോ ജിഞ്ചർ ടീ കുടിക്കാൻ. എപ്പോഴും ഒന്നും ഇടില്ല, കാരണം ഇഞ്ചി ചുരണ്ടാൻ എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ചില സമയങ്ങളിൽ നമ്മളുടെ വീട്ടിൽ ഇഞ്ചിയാണെങ്കിൽ ചില സമയത്ത് ചുരണ്ടാതെ തന്നെ നല്ലതുപോലെ കഴുകിയെടുത്ത് നമ്മളുടെ ഇടികല്ലിൽ ഇട്ട് ചതച്ച് ചേർക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ വീട്ടിലാകുമ്പോൾ പിന്നെ പേടിക്കാനൊന്നുമില്ലല്ലോ.
പിന്നെ ദാ ഇതുപോലെ മീൻ മമ്മി അവിടെ വെട്ടി തേച്ച് കഴുകിയെടുത്തതിൻ്റെ അടുത്തോട്ട് പിന്നെ ഞാൻ വന്നിട്ടുണ്ട്. അപ്പം മീനൊക്കെ ദേ നല്ലതുപോലെ മമ്മി തേച്ച് ഉരച്ച് വെളുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലെങ്കിലും, ഈ ഒരു സൈസിലെന്നല്ല, ഈ ഒരു കളറിൽ മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല. മീൻ കറിക്കാണെങ്കിലും ഫ്രൈക്കാണെങ്കിലും ടേസ്റ്റ് ഭയങ്കരമായിരിക്കും കേട്ടോ. അപ്പോൾ അത് ആ പാവയ്ക്കായ്ക്കൊക്കെ പപ്പ കവർ കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക കിട്ടുന്നത് ഫുൾ പുഴു കുത്തിയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ഇത്തവണ നട്ട ഫുൾ പച്ചമുളകും വൻ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒന്നും ഉണ്ടായില്ല. ഉണ്ടായതാണെങ്കിൽ ഫുൾ പുഴു കുത്തിയും പിന്നെ അതേപോലെ തന്നെ മുഞ്ഞയായിരുന്നു കേട്ടോ. മുഞ്ഞ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഇതെല്ലാം കൂടെ നശിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഈ കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും കേട്ടോ എന്ന് പറയും. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ എൻ്റെ മോളുടെ കയ്യിൽ നിന്ന് കിട്ടിയതായിരിക്കും കേട്ടോ. മോളാണ് അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കേട്ടോ എന്ന് പറയുന്നത്. പണ്ട് ആ സ്വഭാവം ഇല്ലായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പം ഞാനും കൊച്ചിനെ പോലെ അങ്ങനെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. മീൻകറി വെക്കാൻ ചില സമയങ്ങളിൽ ഞാൻ മീൻകറി വെക്കുമ്പോഴുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉലുവായുടെ പൊടി ഇടുമ്പോൾ പൊടി കൂടിപ്പോയി ചില സമയത്ത് കഴിക്കാറുണ്ട്. ചില സമയത്തെന്നല്ല, എനിക്ക് തോന്നുന്നു ഒരേ ഒരു തവണ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കും കേട്ടോ. കാരണം മീൻകറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എരിവും ഉപ്പും പുളിയും ഒക്കെ കറക്റ്റ് ആയാലേ നമ്മളുടെ മീൻകറിക്ക് രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് നല്ലതുപോലെ നമ്മളുടെ എണ്ണ തെളിയുന്നിടം വരെ നമ്മളുടെ മസാലയൊക്കെ വഴറ്റി നല്ല ക്ഷമയോടെ കുക്ക് ചെയ്യും. കുക്കിങ്ങിൽ ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷമ വേണം അല്ലേ. ആ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ കറി നന്നാവുള്ളൂ. നമ്മൾ ചിലപ്പോൾ തട്ടിക്കൂട്ടി ടപ്പേന്നൊക്കെ ഉണ്ടാക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു പൊടി കൂടി അതങ്ങ് കുളവായി പോകുന്നത്. അങ്ങനെ എനിക്ക് സംഭവിക്കുന്നത് എപ്പോഴും മുട്ടയുടെ കാര്യത്തിലാണ് കേട്ടോ. മുട്ടയ്ക്ക് ഉപ്പിടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം മുട്ടയ്ക്ക് ഉപ്പ് കുറച്ചിട്ടാലും ചിലപ്പം ഉപ്പ് കൂടും. അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ട് മുട്ടയ്ക്ക് ഞാൻ ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചേ ഇടാറുള്ളൂ കേട്ടോ. പണ്ട് ഞാൻ ബോർഡിങ്ങിൽ നിന്ന സമയത്ത് എനിക്ക് മീൻ ഒട്ടുമേ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മിക്ക സമയത്തും ഞങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്, അതായത് ഒരു +1 +2 സമയത്താണ് കേട്ടോ, മിക്ക സമയത്തും ഞങ്ങൾക്ക് വൈകുന്നേരം ചോറിൻ്റെ കൂടെ തന്നുകൊണ്ടിരുന്നത് പിന്നെ മത്തിയായിരുന്നു. മത്തി, ചില സ്ഥലങ്ങളിൽ ചാള എന്ന് പറയുമല്ലേ, അതായിരുന്നു തന്നുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മേ, അയ്യോ സോറി കേട്ടോ, +1 +2 അല്ല, ആ സമയത്തല്ല, ഇത് ഞാൻ ഡിഗ്രി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്നപ്പോൾ അവിടെ മത്തി തരുമായിരുന്നു കേട്ടോ വൈകുന്നേരം. ചില ദിവസങ്ങളിൽ ഭയങ്കര 5 സ്റ്റാർ ഫുഡും തരും, ചില ദിവസങ്ങളിൽ മത്തി തരും. എൻ്റെ അമ്മേ, ഞാൻ മീനെ വെറുത്തു പോയിരുന്നത് ആ ഒരു സമയത്താണ് കേട്ടോ. മത്തിക്ക് ഭയങ്കര ഉളുമ്പ് മണമായിരുന്നു കേട്ടോ. പക്ഷേ അവിടെയുള്ള കുട്ടികളൊക്കെ അത് ആസ്വദിച്ച് കഴിക്കുമായിരുന്നു. എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ, പക്ഷേ എനിക്കൊട്ടും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ ശീലിച്ച രീതി ഇതായതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് കിട്ടുന്ന മത്തി വറുത്തത് ഞാൻ അടുത്തിരിക്കുന്ന കുട്ടിക്ക് കൊടുക്കുമായിരുന്നു കേട്ടോ. പക്ഷേ പുള്ളിക്കാരി എന്നേക്കാളും അത്യാവശ്യം നല്ല ഒരു നിലയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ പുള്ളിക്കാരി അതൊക്കെ ഇഷ്ടത്തോടെ കഴിക്കുമായിരുന്നു കേട്ടോ. വളരെ കുറച്ച് കുട്ടി കഴിക്കുകയുള്ളായിരുന്നെങ്കിലും എനിക്ക് കിട്ടുന്നത് കളയാതെ പുള്ളിക്കാരി കഴിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് മടിയായിരുന്നു, എനിക്കൊട്ടും പറ്റില്ലായിരുന്നു കേട്ടോ. അത്രയ്ക്കും ഒരു ഉളുമ്പ് മണമായിരുന്നു. അപ്പോഴാണ് ശരിക്കും ഞാൻ വീട്ടിലെ ഫുഡിൻ്റെ വില അറിഞ്ഞു തുടങ്ങിയത്. ആ ഒരു സമയത്ത് ഞാൻ സാമ്പാർ, ഇന്ന് നമ്മൾക്ക് സാമ്പാറായിരുന്നല്ലോ. അപ്പോൾ സാമ്പാറിനെ റിലേറ്റഡ് ആയിട്ടൊരു കഥ പറയാം. ഈ +1 സമയത്ത് ഞാൻ ബോർഡിങ്ങിലായിരുന്നു. അപ്പോൾ അന്നാണ് ശരിക്കും, അതിനു മുന്നേ വരെയും ഞാൻ സാമ്പാർ കഴിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. ശരിക്കും +1ലാണ് ഞാനൊരു സാമ്പാർ ഫാനായത്. കാരണം എനിക്ക് അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബോർഡിങ്ങിൽ നിൽക്കുമ്പോൾ അവിടെ വേറെ ഒരു കറികളും ഇല്ല കേട്ടോ. സാമ്പാറും മീൻ പറ്റിച്ചതെന്ന് പറഞ്ഞാൽ തേങ്ങയൊക്കെ ഇട്ട് ഈ മത്തി ഇങ്ങനെ പറ്റിച്ച് തരുമായിരുന്നു അവിടെ. അതും മത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മത്തിയൊക്കെ അങ്ങ് വെന്ത് മാറിയിട്ടുണ്ടാവും, മുള്ള് മാത്രമായിരിക്കും കേട്ടോ തേങ്ങാപ്പീരക്കകത്തിൽ കിട്ടുന്നത്. അപ്പം മത്തി പറ്റിച്ചതും പയറ് തോരനും അതേപോലെ തന്നെ സാമ്പാറും, ഇങ്ങനെയായിരുന്നു അവിടെ മിക്ക ദിവസവും ഫുഡ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അന്ന് തൊട്ട്, പക്ഷേ എനിക്ക് അവിടുത്തെ ഫുഡ് എന്തുകൊണ്ടും ഇഷ്ടമായിരുന്നു കേട്ടോ. അന്നാണ് ഞാൻ സാമ്പാർ ഫാനായി മാറിയത്. ഇന്ന് ഞാൻ മീൻകറി വെച്ചുകൊണ്ടിരുന്നപ്പം അത്യാവശ്യം ഒരു ഫ്ലോപ്പ് പരിപാടി ഇവിടെ ചെയ്തു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും കുറേ വെള്ളം ഒഴിച്ചല്ല കേട്ടോ നമ്മളുടെ ആ മസാല വഴറ്റുന്നത്. മസാല വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് നമ്മൾ ആ പൊടികൾ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം
പിന്നെ നമ്മൾ ആ പൊടി അരച്ച സംഭവങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രമേ ഇത്രയും വെള്ളം ജാറ് കലക്കി ഞാൻ ഒഴിക്കാറുള്ളൂ. ഇന്നിപ്പം ഞാൻ കുറേ വെള്ളം എന്താണ് പൊടി നമ്മൾ അരച്ചെടുത്തതിനകത്ത് ചേർത്ത് കേട്ടോ. അതായിരുന്നു കുറേ സമയമെടുത്ത് എണ്ണ തെളിയേണ്ട വന്നത്. നമ്മളെപ്പോഴും മിക്സിയുടെ ജാറിൽ പൊടികളെല്ലാം അരച്ചെടുത്ത് ആ അരപ്പ് ഒന്ന് എണ്ണ തെളിഞ്ഞതിന് ശേഷം മാത്രമേ കുറേ വെള്ളം, എത്രയും വെള്ളമാണോ ചാറ് വേണ്ടത് ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം വേണം എണ്ണ തെളിഞ്ഞ് കിട്ടാൻ. മറ്റേതാണെങ്കിൽ നമ്മൾ അരപ്പ് മാത്രം അതിൽ കിടന്ന് എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ മുരിഞ്ഞ് പച്ചമണമൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ എത്രയാണോ ചാറ് വേണ്ടത് അത്രയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഒരുപാട് നാളായി നമ്മളുടെ വീട്ടിൽ കപ്പ ഇപ്പം മേടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കപ്പയുണ്ട്. കാരണം കുറേ നാളത്തേക്ക് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു. കാരണം ഡയബറ്റിക്കൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ പക്ഷേ എന്തോ ഒരു കൊതി തോന്നി ഇന്ന് കപ്പ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ. വല്ലപ്പോഴും ആവുന്നതിൽ തെറ്റില്ല. കപ്പ ഡയബറ്റിക്കാർക്ക് അത്ര നല്ലതല്ലെന്ന് അറിയാലോ എല്ലാവർക്കും അല്ലേ. അപ്പം നമ്മൾ കപ്പ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ കപ്പ പെരട്ടാം എന്ന് വിചാരിച്ചു കേട്ടോ. അതേപോലെ തന്നെ ചീര കുറേ ഉള്ളത് കൊണ്ട് തന്നെ കളയണ്ടല്ലോ, ചീര തോരനും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ കപ്പ നമ്മളൊന്ന് അവിടെ ഊറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. എനിക്ക് കപ്പയാണെങ്കിൽ കുഴഞ്ഞിരിക്കണം. പണ്ട് ഞാൻ കപ്പ കഴിക്കില്ലായിരുന്നെങ്കിലും ഇപ്പോൾ എനിക്ക് കപ്പ ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഒരുപാടൊന്നും കഴിക്കില്ല, വളരെ കുറച്ച് മാത്രം, ഒരു സ്പൂണൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചീരത്തോരനൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വളമൊക്കെ ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ പരിചരിച്ചുകൊണ്ട് വന്നാണല്ലേ. അപ്പോൾ പിന്നെ വെറുതെ ചീര അവിടെ നിർത്തിക്കൊണ്ട് പോയാലും അത് അവിടെ നിന്നങ്ങ് പൂത്ത് പോകും. പിന്നെ പൂത്ത് കഴിഞ്ഞാൽ ചീരയ്ക്ക് അത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ഒരു ഇളത്ത പരുവാണ്. ചീരയിലയാണേലും മുരിങ്ങയിലയാണേലും നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന കോവയ്ക്ക, പയർ എല്ലാം ഒരു എളുപ്പം പരുവം അങ്ങനെയല്ലേ പറയുക. ആ ഒരു സമയത്ത് നമ്മൾ പറിച്ചെടുത്ത് കറിയോ മെഴുക്കുവരട്ടിയോ തോരനോ ഒക്കെ ആക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അതായത് പിഞ്ച് വെണ്ടയ്ക്ക, പിഞ്ച് പിന്നെ വഴുതനങ്ങ, പിഞ്ച് കോവയ്ക്ക എന്നൊക്കെ പറയില്ലേ. ഈ വഴുതനങ്ങയൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളിതിനെ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ അരി മുറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സുഖവും ഇല്ല കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാം ഒരു ഇളത്ത പരുവത്തിലെടുത്ത് കറിയാക്കുക. അപ്പം ചോറ് വിളമ്പൽ സമയമായി കേട്ടോ. ഇത്രയും മമ്മി വിളമ്പിയതാണ് ആക്ച്വലി ആദ്യമേ. അപ്പം മമ്മി വേറെ എന്തോ ഒരു ചിന്തയിലായിപ്പോയെന്ന് തോന്നുന്നു. ഇതൊരിക്കലും ഞാൻ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ആ പ്ലേറ്റ് മാറ്റി ഇനിയിപ്പോൾ അതിൽ നിന്ന് മമ്മിയും പപ്പായും കൂടെ ഷെയർ ചെയ്ത് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ എന്താ എൻ്റെ പ്ലേറ്റിലേക്ക് ഇത്രയും ഒരു സ്പൂൺ അത്രയൊക്കെ കഴിക്കുമല്ലോ കേട്ടോ. അപ്പോൾ ഈ മീൻ എൻ്റെ ഫേവറേറ്റ് മീനാണ് കേട്ടോ. പുഴമീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് നമ്മളുടെ വീടിൻ്റെ അതായത് വർഷങ്ങൾക്ക് മുന്നേ നമ്മളുടെ വീടിൻ്റെ അതുവഴി ഒരു തോടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മളുടെ തറവാട് വീടിൻ്റെ അവിടെ തോടുണ്ടായിരുന്നു. അപ്പം തോടിനകത്ത് നിറയെ മീനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് മീൻ കിട്ടുമായിരുന്നു. അപ്പോൾ നല്ല ഫ്രഷ് ഫിഷ് കിട്ടുമായിരുന്നു. അതൊക്കെ ഭയങ്കര ഒരു എന്താണ് ഒരു ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സാണ് ലൈഫിലെ ആ ഒരു ഓർമ്മകളൊക്കെ. അപ്പോൾ കാരി, വരാൽ, ചെമ്പല്ലി, പള്ളത്തി, പിന്നെ ചില സമയങ്ങളിൽ കൊഞ്ച്, പിന്നെ വേറെ എൻ്റെ ഒരു ഫേവറേറ്റ് മീനുണ്ടായിരുന്നു. അതിനെ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല. കരിമീൻ, ഇങ്ങനെയുള്ള മീനൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. പിന്നെ അന്ന് ആ സമയത്ത് അവിടെ വള്ളത്തിൽ ഇതുപോലെ മീൻകാർ മീനും കൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ ഒരു ചേട്ടനൊക്കെ ഡെയിലി ഇങ്ങനെ മീൻ, മുട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു. അതൊക്കെ ഇങ്ങനെ ഇപ്പം ഞാൻ ഓർക്കുകയാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയൊരു വീഡിയോ വ്ളോഗൊക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ പഴയ കുറേ നല്ല നല്ല മെമ്മറീസൊക്കെ ഇപ്പോൾ മനസ്സിലേക്ക് ഓർക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമ്മളിതൊന്നും ഓർക്കില്ല. ശരിക്കും ഇങ്ങനൊരു വീഡിയോ ചെയ്തത് ആ ഒരു നല്ല നമ്മളുടെ ആ പാസ്റ്റ് ലൈഫ് ഓർക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഉള്ള കൂട്ടത്തിൽ